ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഫോം കിട്ടാറുണ്ട്. പാക്കിംഗ് ഫോം എന്നാണ് ഇതിന് പറയുന്നത്. കൂടുതലും ഷർട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഷർട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലത്തെ ഫോം ഉണ്ടായിരിക്കാം. ചിലത് കനമുള്ളതായിരിക്കും, ചിലത് ഇതിനും കനം കുറഞ്ഞതായിരിക്കും. ഏതായാലും കുഴപ്പമില്ല. നമുക്കിതെങ്ങനെ റീയൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മളിതൊന്നും എടുത്ത് വെക്കാറില്ല അല്ലേ? ചിലപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരിത് കളിക്കാനായിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മളിത് കത്തിച്ച് കളയും, നമ്മൾ വേസ്റ്റായി കളയും, എടുത്തു വെക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു 2-3 തരത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ യൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിന് ഞാൻ ആ ഫോം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോം ഷീറ്റ് നമ്മൾ ഈ ബോക്സിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ആക്സസറീസ് ഉണ്ടല്ലോ, നല്ല കല്ല് വെച്ച വളകൾ, മാല, ഇയറിങ്സ് അല്ലെങ്കിൽ വാച്ചസ്, ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, ഇതേപോലത്തെ സ്ലൈഡുകൾ, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ കല്ല് വെച്ചതൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ നല്ല ചിലപ്പോൾ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇതേപോലത്തെ വാങ്ങുമ്പോൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം അത് കേടുപാടൊന്നും കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതേപോലത്തെ ഫോമിലായിരിക്കും നല്ല നല്ല വളകളും പിന്നെ അതേപോലത്തെ സ്ലൈഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കും ഇത് ഇതേപോലെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആക്സസറീസും നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്ത യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ട്രാവൽ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്ന് വിചാരിക്കുക, ഒരു 2-3 ദിവസത്തെ ഫംഗ്ഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇയറിങ്സൊക്കെ നമ്മൾ ഓരോ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബോക്സും ഇതേപോലെ ഒരു ഷീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമ്മലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ബാഗിലൊക്കെ എടുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇയറിങ്സൊക്കെ പെട്ടെന്ന് കേട് വന്ന് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ബോക്സിലാവുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബാഗൊക്കെ ചെരിയുമ്പോൾ അതിൻ്റെ കല്ലുകളൊക്കെ ചിലപ്പോൾ പോകാറുണ്ട്. പക്ഷേ ഇതേപോലെ ആകുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഓർഗനൈസറായിട്ട് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലായാലും ഇതേപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മലുകൾ, ഇയറിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ഫോമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലത്തെ എന്തെങ്കിലും ബോക്സ്, കാർഡ്ബോർഡ് ബോക്സോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം. അതിൽ ഫോം ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഇയറിങ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കത് റീയൂസ് ചെയ്യാം. അപ്പോൾ ട്രാവലിങ്ങിലാണ് കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. ട്രാവൽ ചെയ്യുമ്പോൾ ഇയറിങ്സൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത യൂസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കാർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നോക്കിയ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് പോലെ വന്നിട്ടില്ലേ? അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഇല്ലേ, നമ്മുടെ കുട്ടികളുടെ പഴയ ഡ്രസ്സ് മുഴക്കി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെരുപ്പ് മുഴക്കി ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടോ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും ഒട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ഫോൺസ് ഉണ്ടല്ലോ, നമ്മുടെ ഇയർഫോൺസ്, ഇത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇയർഫോൺസ് ഇതേപോലെ ഓർഗനൈസ് ചെയ്തിട്ട് നേരെ ബാഗിലേക്ക് എടുത്തിടുക. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും വയറുകൾ കെട്ടിപ്പണഞ്ഞ് പോകുന്നുള്ള ഒരു ഡൗട്ടൊന്നും വേണ്ട. എളുപ്പമായിട്ട് സൗകര്യമായിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ട്രിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും, അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇത് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.